അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ ആണെങ്കിൽ നെറ്റ് സ്പീഡാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം കേരള വിഷൻ തന്നെ നമുക്ക് രണ്ട് ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ അവൈലബിൾ ആണ്. ഒന്ന് 2.4 GHz ആണെങ്കിൽ ബ്രോഡ്ബാൻഡും അതുപോലെ തന്നെ 5 GHz ആണെങ്കിൽ ബ്രോഡ്ബാൻഡും നമുക്കാണെങ്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതലും നമ്മൾ നോർമലായിട്ട് വീടുകളിലൊക്കെ 2.4 GHz ബ്രോഡ്ബാൻഡാണ് അവരാണെങ്കിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പീഡ് കിട്ടും. 2.4 GHz ആകുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ ഒരു മോഡാകുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരത്തേക്കാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ദൂരത്തേക്കാണെങ്കിലും നമുക്ക് നെറ്റാണെങ്കിൽ നന്നായിട്ട് അവൈലബിൾ ആവും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും അതാണെങ്കിൽ വയ്ക്കുന്നത്. ഇനി 5 GHz ആണെങ്കിൽ മോഡായിരിക്കുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ലെങ്ത്തിലോട്ടാണ് നമുക്കാണെങ്കിൽ സ്പീഡും കാര്യങ്ങളൊക്കെ ആക്യുറേറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് കിട്ടുക. പിന്നെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് ആക്സസ് പോയിൻ്റ് നമുക്ക് കിട്ടും. 2.4ഉം 5 GHz ആണെന്നുണ്ടെങ്കിലും 5 GHz ആണെങ്കിലും മോഡത്തിലാണെങ്കിൽ വർക്കാവും. അപ്പോൾ അതും ഒരു ബെനിഫിറ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യണത് 2.4 GHz ആണെങ്കിൽ മോഡം യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് 5 GHz ആണെങ്കിൽ മോഡത്തിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചതാണ്. കൂടുതലും ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മനസ്സിലാക്കാം എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഞാനിത് മാറ്റുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു കാര്യം കൂടിയും ഇതൊരു വീഡിയോ ആയിട്ടും ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാനിതൊന്ന് നോക്കാം. നമുക്കാണെങ്കിൽ 2.4 GHz ആണെന്നുണ്ടെങ്കിൽ മോഡത്തിനകത്ത് നമുക്ക് സ്പീഡ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പീഡ് നമുക്ക് കിട്ടുന്നുണ്ട്. കേരള വിഷൻ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി വലിയ ഇഷ്യൂസൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്നിരുന്നാലും ഞാനിപ്പോൾ വർക്ക് അറ്റ് ഹോം ആണെങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ എനിക്ക് തോന്നി കുറച്ചുകൂടി സ്പീഡ് അവൈലബിൾ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററാണ്. നമുക്ക് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ വർക്കും കാര്യങ്ങൾക്കൊക്കെ അത് കൂടുതലാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചിത്രീകരിക്കുന്നത് രാത്രി സമയത്താണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നെറ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് കാണിക്കാം. നമുക്കാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ആണെങ്കിൽ എടുക്കാം. 2.4 GHz ആണെങ്കിൽ സ്പീഡ് ടെസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ലാപ്പ് ആണെങ്കിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് കേരള വിഷൻ്റെ ആണെങ്കിൽ കണക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ സ്പീഡ് ടെസ്റ്റ് നോക്കിയാൽ മതി. ഒരുപാട് സ്പീഡ് ടെസ്റ്റ് നോക്കാനുള്ള ഓപ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് ഞാൻ സ്പീഡ് ടെസ്റ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റിനകത്തേക്കാണെങ്കിൽ കയറി. അപ്പോൾ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കേരള വിഷൻ, അതുപോലെ തന്നെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ലിമിറ്റഡ് എന്ന് കാണിക്കാനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗോയാണെങ്കിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും, എത്രത്തോളം സ്പീഡ് കിട്ടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി നമുക്ക് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പീഡ് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ 50 Mbps ആണെന്നുണ്ടെങ്കിൽ പ്ലാനാണ് എടുത്തേക്കുന്നത്. പക്ഷേ നമുക്ക് ഡൗൺലോഡ് സ്പീഡാണ് കാണിക്കുന്നത്. ഇത്രയും MBPS ആണ് കാണിക്കുന്നത്. ഏകദേശം ഒരു 16.83 ഡൗൺലോഡ് സ്പീഡാണ് ഇതിനകത്ത് കാണിക്കുന്നത് MBPS. ഇനി നമുക്ക് അപ്ലോഡ് സ്പീഡാണെങ്കിൽ നോക്കാം. അപ്ലോഡ് സ്പീഡ് അത്യാവശ്യം നമുക്ക് അവർ പറഞ്ഞ ആ ഒരു പ്രോമിസിങ് ചെയ്ത MBPS തന്നെ നമുക്ക് സ്പീഡ് ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ 50.76 MBPS ആണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് സ്പീഡാണെങ്കിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 2.4 GHz ആണെങ്കിൽ മോഡാണ്. പ്ലസ് നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി നോക്കാം. കാരണം ഞാനിപ്പോൾ ഇത് 5 GHz ആണെങ്കിൽ മോഡത്തിലോട്ട് ഞാൻ കൺവേർട്ട് ആണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വന്നതിന് ശേഷം ഞാൻ അതിനകത്തുള്ള സ്പീഡ് കൂടിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് വേരി ചെയ്ത് നിൽക്കും. 2.4 GHz മോഡൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സ്പീഡ് ലെവലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് കമ്പാരിറ്റീവ്ലി അടിപൊളിയാണ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും അതെ കുഴപ്പം, അത്ര വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും എനിക്ക് കുറച്ചുകൂടി സ്പീഡാണെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടാണെങ്കിൽ തോന്നി. അതായത് എനിക്ക് കുറച്ചുകൂടി സ്പീഡ് വേണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാറ്റണതാണ്. മാറ്റിയതിന് ശേഷം അതിൻ്റെ ഒരു സ്പീഡ് ലെവൽ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം 5 GHz ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ കേരള വിഷൻ നെറ്റ്വർക്കിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗൈസ് എനിക്കാണെന്നുണ്ടെങ്കിൽ 2.4 GHz ആണെങ്കിൽ മോഡാണിത്. കേരള വിഷൻ്റെ കൂടെ ആണെങ്കിൽ കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ മേലിലാണെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ PPCA ബെൽഡൻ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡാണ് എനിക്കാണെങ്കിൽ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മോഡത്തിൻ്റെ ആണെങ്കിൽ ഇൻ്റർഫേസും ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ വരുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു മോഡാണ് നമുക്കാണെങ്കിൽ കിട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ 5 GHz ആണെങ്കിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഓൾറെഡി നെറ്റ് സ്പീഡും കാര്യങ്ങളും നമ്മൾ നോക്കിയിരുന്നു 2.4 ആണെങ്കിൽ. അപ്പോൾ 5 GHz വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസും കൂടിയൊക്കെ ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ 5 GHz മോഡാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേരള വിഷൻ ആൾക്കാരാണെങ്കിൽ ഒന്ന് മാറ്റിയതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കിട്ടിയ ഒരു മോഡത്തിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഒരു GX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണെങ്കിൽ മോഡാണ് നമുക്കാണെങ്കിൽ കിട്ടിയത്.
അപ്പോൾ ഇതുപോലുള്ള ഒരു ഇൻ്റർഫേസിലാണ് നമുക്ക് മോഡൊക്കെ ആണെങ്കിൽ വരുന്നത്. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു മോഡാണെങ്കിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഇത് വർക്കിംഗ് ആണ്. ഇപ്പോൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നുണ്ട്. ഇനി നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്പിൽ പോയിട്ടാണെങ്കിൽ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ആണെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 5G ഹെർട്സിൻ്റെ ആണെങ്കിൽ മോഡം വന്നിട്ട് അതിൻ്റെ കൂടി സ്പീഡ് ടെസ്റ്റ് ആണ് നോക്കാമെന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 2.4ഉം അതേപോലെ തന്നെ 5G ഹെർട്സ് ആണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഉണ്ട്. 2 ആക്സസ് പോയിൻ്റ് ആണെങ്കിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കാണെങ്കിൽ കണക്ഷൻ ആണെങ്കിൽ കൊടുക്കാം. അപ്പോൾ കണക്ട് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണക്റ്റഡ് ആയി. ഇപ്പോൾ 2.4 ആകുമ്പോൾ നമുക്ക് കുറച്ച് ഡിസ്റ്റൻസും കാര്യങ്ങളോടൊക്കെ ഇപ്പോൾ നമുക്ക് വരുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ 2.4 കൊടുക്കണം നല്ലത്. 5G ഹെർട്സ് ആകുമ്പോൾ അടുത്തുണ്ടെന്നുണ്ടെങ്കിലാണ് കൂടുതലും സ്പീഡും കാര്യങ്ങളൊക്കെയാണ് കറക്റ്റ് ചെയ്തിട്ടാണ് കാണിക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്ത് കൊടുക്കുമ്പോഴാണ് ഏകദേശം ആണെങ്കിൽ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ എൻ്റെ റൂമും അതുപോലെ തന്നെ ഈ ഒരു വൈഫൈ ഇരിക്കുന്നതും കുറച്ച് ഡിസ്റ്റൻസ് ആണെങ്കിലുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ മെയിനായിട്ടാണെങ്കിൽ നോക്കുന്നത് ഇതിൻ്റെ ഒരു സ്പീഡാണെങ്കിൽ. എന്നിരുന്നാലും പ്രശ്നമില്ല, നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കാണെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ആണെങ്കിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് ടെസ്റ്റ് ആണെങ്കിൽ എടുത്തതിന് ശേഷമാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും കേരള വിഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗോ കൊടുക്കാം. അപ്പോൾ ഗോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് വർക്കിംഗ് ആവുന്നതായിട്ടാണെങ്കിൽ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നതാണെങ്കിൽ ഡൗൺലോഡ് സ്പീഡാണ് നമ്മളാണെങ്കിൽ ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഡൗൺലോഡ് സ്പീഡാണെങ്കിൽ നമുക്ക് എത്രത്തോളം കിട്ടും എന്നുള്ളതാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രോമിസിങ് ആണെങ്കിൽ പറഞ്ഞൊരു സ്പീഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, 51.27. അപ്പോൾ ആ ഒരു സ്പീഡാണെങ്കിൽ കാണിക്കുന്നുണ്ട്. അപ്ലോഡ് സ്പീഡാണെങ്കിൽ നോക്കാം. അപ്പോൾ അപ്ലോഡ് സ്പീഡാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ കണ്ടു ആ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ 2 കട്ടയാണെങ്കിലും ഇപ്പോൾ ഒരു കട്ടയൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു സ്പീഡാണെങ്കിൽ പ്രോമിസിങ് ആണെങ്കിലുള്ള സ്പീഡാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ കേരള വിഷനിലോട്ട് വരുമ്പോൾ, അതായത് നമ്മൾ ഈ 5G ഹെർട്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മോഡത്തിലോട്ട് വരുമ്പോൾ നമുക്ക് സ്പീഡാണെന്നുണ്ടെങ്കിൽ 51.27 ആണ് എനിക്കിപ്പോൾ കിട്ടിയതാണെങ്കിൽ. അപ്ലോഡ് സ്പീഡാണെങ്കിൽ 52.62 ആണ്. അപ്പോൾ ഒരു പറയണ സ്പീഡ് ഇപ്പോൾ 50 Mbps പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെയിം സ്പീഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു പ്രോമിസിങ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ടൈംസ് ആണെങ്കിൽ നോക്കി, അപ്പോഴൊക്കെ ആണെങ്കിലും അതെ ആ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ആ ഒരു 50 Mbpsലോട്ടാണെങ്കിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോഡത്തിൻ്റെ കേസിലോട്ടാണെങ്കിൽ പോകുമ്പോൾ 5G ഹെർട്സിലോട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ആ ബെറ്റർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ മുൻപ് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2.4ലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഡൗൺലോഡ് സ്പീഡാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് പ്രോമിസിങ് ലെവലിൽ നമുക്ക് വരുന്നില്ല. 5G ഹെർട്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോമിസിങ് ലെവലിലോട്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്.